ആന്ധ്രാപ്രദേശിൽ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നതിനിടെ പ്രതി പോലീസിനെ ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചു. സ്വയരക്ഷയ്ക്കായി പോലീസ് പ്രതിയുടെ ഇരു കാലുകളിലും വെടിവെച്ചു. ഒരു 7 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ തടിപത്രിയിലാണ് സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെ 7 വയസ്സുള്ള ഹേമചന്ദ്ര എന്ന ആൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സർവേഷ് കുമാർ എന്ന പ്രതിയുമായി തടിപത്രിയിൽ തെളിവെടുപ്പിനെത്തിയതായിരുന്നു പോലീസ്. കുണ്ടരക്കോട്ട ഗ്രാമത്തിൽ വെച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ച് തല്ലിക്കൊല്ലുകയായിരുന്നു ഇയാൾ. തടിപത്രിയിൽ വെച്ചായിരുന്നു ആ 7 വയസ്സുകാരനെ സർവേഷ് കൊലപ്പെടുത്തുന്നത്. സംഭവസ്ഥലത്ത് ക്രൈം സീൻ പുനരാവിഷ്കരിക്കുന്നതിനിടയിലായിരുന്നു പ്രതിയായ സർവേഷ് കുമാർ പെട്ടെന്ന് പോലീസിന് നേരെ ഒരു ബിയർ ബോട്ടിലുമായി പാഞ്ഞെടുത്തത്. പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതി ആക്രമണം നിർത്താൻ വിസമ്മതിച്ചതോടെ സ്വയം പ്രതിരോധത്തിനായി പോലീസ് പിന്നീട് പ്രതിയുടെ 2 കാലുകളിലും വെടിയുതിർക്കുകയായിരുന്നു. అరౌండ్ 5 AM యాడికి మండల పరిధిలోని మర్డర్ కేసు విషయంలో యాడికి సిఐ గారు సిబ్బంది అందరం కూడా మర్డర్ జరిగిన విషయం సంబంధించి రీకన్స్ట్రక్షన్ చేయడం జరిగింది. దాదాపు 5 గంటల ప్రాంతంలో ముద్దాయి సర్వేష్ రీసెంట్గా చంపిన బాబు చంపిన ప్లేస్లో ఏ విధంగా చంపినాను అనే చెప్పే క్రమంలో అక్కడే ఉన్న ఒక బీరు బాటిల్ తీసుకొని మా సిబ్బంది వెంకటేష్పై అటాక్ చేయడం జరిగింది. వెంటనే నేను గాల్లోకి ఫైర్ చేసి ఈ విధంగా లొంగిపోమని చెప్పడం జరిగింది. సర్వేష్ అంతటితో ఆగకుండా మా పైన కూడా ఆ బీరు బాటిల్తో అటాక్ చేయడం జరిగింది. తిరిగి మేము ఫైర్ చేయడం జరిగింది. 2 കാലുകളിലും വെടിയേറ്റതിനെ തുടർന്ന് പ്രതിയായ സർവേഷ് സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രതിയുടെ ആക്രമണത്തിൽ പെദ്ദവാഡുഗുരു സർക്കിൾ ഇൻസ്പെക്ടർ ബോയരാമ സുബയ്യയ്ക്കും മറ്റൊരു കോൺസ്റ്റബിൾ വെങ്കിടേഷിനും പരിക്കേറ്റു. പ്രതിയെയും പരിക്കേറ്റ പോലീസുകാരെയും വൈദ്യചികിത്സയ്ക്കായി പോലീസ് തടിപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.